ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മധുരമുള്ള കിച്ചടിയാണ്. അപ്പോൾ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മഴയൊക്കെയാണ് വരുന്നത്, അപ്പോൾ നല്ല ആരോഗ്യം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ് കിച്ചടി. അപ്പോൾ ഈ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിച്ചടി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തുന്നത് ചെറുപയർ പരിപ്പാണ്. സാധാരണ പായസം വെക്കണ ചെറുപയർ പരിപ്പ് ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതേ ഗ്ലാസ് തന്നെ നമുക്കൊരു അര ഗ്ലാസ് നെയ്ച്ചോറിൻ്റെ അരി, സാധാരണ നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കണ അരിയില്ലേ, അത് ഏതാണെങ്കിലും കുഴപ്പമില്ല, അത് ഇതിലേക്കൊന്ന് അര ഗ്ലാസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ രണ്ടും ഒരേ അളവ് എടുത്താൽ കുഴപ്പമില്ല, പക്ഷേ ഇത്ര ടേസ്റ്റ് കിട്ടണമെന്നില്ല. നമ്മൾ കിച്ചണിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പയർ കൂടുതലും അതേപോലെ തന്നെ അരി കുറവ് എടുക്കണം. അപ്പോൾ ഇത് രണ്ടും എടുത്തുകണേ ഞാൻ രണ്ടും നല്ലോണം ഒന്ന് വൃത്തിയിൽ 2-3 പ്രാവശ്യം കഴുകുക. എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ അരിയും പയറും അളന്നത് ആ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ ഒരു 2.5 പാത്രം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി പാത്രത്തിൻ്റെ കണക്കാണെങ്കിൽ ഗ്ലാസിൻ്റെ കണക്കാണെങ്കിൽ നമ്മൾ 1.5 ഒരു പയറും അരിയും മഴ എടുത്തത്. അപ്പോൾ 2.5 പാത്രം വെള്ളം എടുത്തതിന് ശേഷം പാകത്തിന് നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ വേവിച്ചെടുത്തതാണിത്. അപ്പോൾ നല്ല പൂ പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ ചിരവി അതിലേക്ക് നുള്ളു വെള്ളം ഒഴിച്ചാണ് മിക്സിൻ്റെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്തതാണ് 1 കപ്പ് തേങ്ങാപ്പാൽ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ മധുരം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ അത്തോലാണെങ്കിൽ നമുക്ക് കുറച്ച് പാകത്തിനൊരു 3-4 സ്പൂൺ മധുരം ചേർത്തതിന് ശേഷം നല്ല പുളന്ന് ഇളക്കി കൊടുക്കുക. നല്ല പുളന്ന് ഇളക്കി കൊടുത്താൽ പയറൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഉടയും. ആ ഉടയുന്ന സമയത്ത് നമുക്ക് കിച്ചണിൻ്റെ കളർ തന്നെ ഒരു ലൈറ്റ് മഞ്ഞ കളറായിട്ടുണ്ടാവും കേട്ടോ. ഈ സമയമാകുമ്പോൾ നമുക്കൊന്ന് തിളപ്പിക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് വാങ്ങി വെക്കുക. എന്നിട്ട് നമ്മളൊരു ചട്ടെടുപ്പത്തിന് ശേഷം അവർക്ക് നല്ല മിൽമൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്കും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നമ്മളെ കുട്ടികൾ വലിയ കുട്ടികളായ സമയത്തും നമ്മൾ ഇതേപോലെ തന്നെ കിച്ചടി ഉണ്ടാക്കി കൊടുത്തപ്പോൾ നമ്മൾ ഉള്ളി ചേർത്തിട്ടാണ് ഉണ്ടാക്കി കൊടുത്തത്. അതാണ് ടേസ്റ്റും, അതാണ് പാരമ്പര്യമായിട്ട് കിച്ചടിക്ക് നമ്മൾ ചേർത്ത് വരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചെറിയ ഉള്ളി ഇട്ടത് ടേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പകരം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തിട്ടാലും കുഴപ്പമില്ല. ഇനി വെറുതെ ഒന്ന് നെയ്യ് ചൂടാക്കി ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെറിയുള്ളൊക്കെ നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കിച്ചടിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇത് മൂപ്പിച്ചതും ചേർത്ത് കൊടുക്കുക. നെയ്യ് ബാക്കിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചൂട് കൊടുക്കുക തന്നെ ആ നെയ്യും അതേപോലെ തന്നെ കിച്ചടി ഒരുപോലെ ഇതേപോലെ 1 സ്പൂൺ തന്നെ ഇളക്കി കഴിച്ചു നോക്കി. അടിപൊളിയാണ് കഴിക്കാൻ, നല്ല ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ.